ഷോപ്പിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ മദർ ബോർഡ് മാത്രമാണ് അവർ അയച്ചിട്ടുണ്ടായിരുന്നത്. ബോർഡിന്റെ ഇഷ്യൂ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചാർജർ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു റെസ്പോൺസും ഇല്ല എന്നുള്ളതാണ്. ബോർഡ് പവർ സപ്ലൈ കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ ആംബിയർ വളരെ ലോ ആയിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. പവർ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു വേരിയേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷോപ്പിൽ നിന്നുള്ള വർക്ക് ആയതുകൊണ്ട് തന്നെ മദർ ബോർഡ് നല്ല രീതിക്ക് ട്രൈ ചെയ്തിട്ടായിരുന്നു നമുക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോർഡ് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് സ്റ്റാൻഡ് ബൈ AC, ചാർജിങ് സെക്ഷന്, CMOS സോക്കറ്റ് ഇതെല്ലാം റീപ്ലേസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഓൾറെഡി ട്രൈ ചെയ്ത മദർ ബോർഡ് ആയതുകൊണ്ട് തന്നെ കംപ്ലൈന്റ് കണ്ടുപിടിക്കൽ കുറച്ച് ടാസ്ക് ആയിരുന്നു. സ്കീമാറ്റിക് ഡയഗ്രാം വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് ബോർഡിലുള്ള S5 വോൾട്ടേജ് മിസ്സിംഗ് ആണ്. ബോർഡ് വ്യൂ വെച്ചിട്ട് S5 വോൾട്ടേജിന്റെ വേ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് RTC റീസെറ്റ് സെക്ഷനിലുള്ള ഇഷ്യൂ ആയിട്ടാണ്. ഹീറ്റ് സിങ്ക് റിമൂവ് ചെയ്ത് ബോർഡിന് താഴെ വരുന്ന ഷീൽഡ് മാറ്റിയാൽ ആ ഏരിയയിലുള്ള കമ്പോണന്റ് പ്രോപ്പർ ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. C1902 കപ്പാസിറ്ററിന്റെ മാത്രം ഇഷ്യൂ ആയിരിക്കും എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ ആ ഏരിയയിലുള്ള റെസിസ്റ്റർ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നല്ല രീതിക്ക് വാല്യൂ ഡ്രോപ്പ് ആയിട്ടുണ്ടായിരുന്നു. സ്കീമാറ്റിക് ഡയഗ്രാം ഉണ്ടായതുകൊണ്ട് തന്നെ റെസിസ്റ്ററിന്റെ വാല്യൂ പെട്ടെന്ന് കണ്ടുപിടിച്ച് റീപ്ലേസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. ഹീറ്റ് സിങ്ക് ഫിക്സ് ചെയ്ത് പവർ സ്വിച്ച് കണക്ട് ചെയ്തതിനു ശേഷം പവർ സപ്ലൈ കണക്ട് ചെയ്തപ്പോൾ ആംബിയർ പ്രോപ്പർ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓൺ ആയതിനു ശേഷം ബോർഡിലുള്ള എല്ലാ വോൾട്ടേജും ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ നമ്മൾ റീചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത് മുന്നേ ഓൾറെഡി റിപ്പയർ ചെയ്ത് വന്ന മദർ ബോർഡ് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വോൾട്ടേജുകൾ മിസ്സിംഗ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി ബോർഡിലുള്ള ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല എന്നുള്ള പരാതി വേണ്ട. കീബോർഡ് കണക്ട് ചെയ്തിട്ട് ബോർഡിൽ ഡിസ്പ്ലേ ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം.